ഹലോ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു കുട്ടി പീസ്സ കഥയാണ്. എന്താ സംഭവം എന്നല്ലേ, ഞാൻ ഈ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് വർഷങ്ങൾ, ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് സർഡീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അത്ര ഈ സംഭവം ഇങ്ങനെ ഉണ്ടായി വന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് കുറേ നാളായി ഞാനിങ്ങനെ ആലോചിക്കണം. എന്നിട്ട് ഇന്നാണ് അതിൻ്റെ അവസരം കിട്ടിയത്. അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്താലോ എന്ന് ഞാനും. ആദ്യം തന്നെ നമ്മളൊരു ബൗളെടുത്ത് കുറച്ച് ചൂടുവെള്ളം എന്ന് വെച്ചാൽ അധികം ചൂടില്ലാത്ത, എന്നാലും അധികം പച്ചവെള്ളമല്ലാത്ത അങ്ങനത്തെ ഒരു വെള്ളം. അങ്ങനെ ഈ വെള്ളത്തിലോട്ട് കുറച്ച് പഞ്ചസാര ഇടാം. കുറച്ചെന്ന് വെച്ചാൽ ഒരു സ്പൂൺ പഞ്ചസാര ഇടാം, 2 സ്പൂൺ ഈസ്റ്റ് ഇടാം. ഇത് നന്നായി മിക്സ് ആക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് രണ്ടും ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതൊന്ന് കുറച്ച് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ പൊന്തി വന്ന സംഭവത്തിലോട്ട് 1.5 കപ്പ് മൈദ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇത് നന്നായി കുഴയ്ക്കാൻ നോക്കാം. കുഴയ്ക്കണേക്കാളും മുമ്പ് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിക്കുക. ശരിക്കും ഈ സംഭവത്തിന് ഒലീവ് ഓയിലാണ് ഒഴിക്കുക. നമ്മളിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നന്നായി കുഴച്ച് വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ കുഴച്ച് വെച്ച മാവില്ലേ, അത് നന്നായി ഓയിലൊക്കെ തടവി നല്ല സെറ്റാക്കി ആ ബൗൾ അങ്ങോട്ട് അടച്ച് വയ്ക്കാം. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കണ്ടേ. ഫസ്റ്റ് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാൻ വെച്ച് ബട്ടർ അലിയിച്ച് കുറച്ച് മൈദപ്പൊടി ഇട്ട് നന്നായി ഒന്ന് പച്ചമണം മാറണ വരെ റോസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സാക്കി ക്രീമി ആയിട്ട് എടുക്കുക. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് റെഡ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ വീട്ടിൽ ഷെസ്വാൻ ചട്നി ഉണ്ടായിരുന്നു, അതും പിന്നെ ടൊമാറ്റോ സോസും നന്നായി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ പിസ്സ ടോപ്പിങ്സ് റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ ചിക്കനും കുറച്ച് വെജീസാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് സാദാ പൊരിക്കണ പോലെ തന്നെയാണ് ഞാൻ പൊരിച്ചത്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര്, മല്ലിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പൊരിച്ചു. ഇനി അതിന് ശേഷം നമ്മുടെ വെജീസായിട്ട് ഇവിടെ ക്യാപ്സിക്കും സബോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണ വൈറ്റ് സോസും അതുപോലെ തന്നെ പിസ്സ സോസും പിന്നെ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ പിസ്സയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ്, ഞാനിവിടെ എയർ ഫ്രയറാണ് യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ അതിലോട്ട് കയറ്റി വയ്ക്കുക. പിന്നെ സമയമാകുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. ഇതാ നമ്മുടെ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.